ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നൊരു പ്ലാന്റ് ആണേ. അപ്പോൾ ഇതുപോലത്തെ ഒരു കമ്പി എടുത്തിട്ടുണ്ട് എനിക്ക് ടാപ്പ്. ഞാൻ മാസ്കിൻ ടാപ്പാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ. മാസ്കിൻ ടാപ്പ് ഇല്ലാത്തവർ ഇനി വേറെ വല്ല ഇത് വെച്ചിട്ട് പേപ്പറും കൊണ്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിതാ ഇതുപോലെ ഒരു ഭാഗം ഫുള്ളായിട്ട് നമ്മൾ ഇതാവണ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി നമുക്കിതൊന്ന് ഫുള്ള് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫുള്ളൊന്ന് കവർ ചെയ്തിട്ടുണ്ട്. ഇത്ര ഭാഗം നമ്മൾ കമ്പി ഫുള്ള് കവർ ചെയ്യരുത്. ഈ ഒരു ഭാഗം മാത്രം നമ്മൾ കവർ ചെയ്യാം. നമുക്ക് ലീഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാസ്കിൻ ടാപ്പിൻ്റെ വേറൊരു പോർഷൻ എടുക്കുന്നുണ്ട്. ഇതുപോലത്തെ ഒരു പീസും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കമ്പിയുടെ ഈ ഭാഗം നമ്മൾ ചെയ്യരുത്. ഈ ഒരു ഭാഗമാണ് എടുക്കേണ്ടത്. ഇതുപോലെ ചെയ്യുന്നുണ്ട്. ഇതുപോലെ നമ്മൾ ഒന്ന് ആക്കിയെടുക്കണം കേട്ടോ. നമുക്ക് ലീഫിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അത് നമ്മൾ ലീഫിൻ്റെ ഷേപ്പിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് പെയിൻ്റ് അടിക്കലാണ് നമ്മുടെ അടുത്ത പരിപാടി കേട്ടോ. ഞാൻ അവിടെ യൂസ് ചെയ്യുന്നത് ഫാബ്രിക്കാണേ. അപ്പോൾ നമ്മൾ ഗ്രീൻ കളറ് പെയിൻ്റ് എടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ ബ്രഷ് എടുത്തത് വേഗം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നമുക്കിത് അതൊന്ന് പെയിൻ്റ് അടിച്ചെടുക്കാം. ഇത് നമുക്കൊന്ന് പെയിൻ്റ് അടിച്ചെടുക്കാം കേട്ടോ. നമുക്കിത് പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അതായത് ഉണങ്ങാൻ വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ ലീഫിന് കളർ എടുക്കാൻ നിന്നപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് എൻ്റെ ഗ്രീൻ കളർ പെയിൻറ്റ് തീർന്നിട്ടുണ്ടെന്ന് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ ലീഫും ഇതുപോലെ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു പോർഷൻ നമ്മൾ എന്തായാലും വിട്ടിരിക്കണേ. അപ്പോൾ നമുക്ക് തൊട്ടുന്നുണ്ട് ചെറുതായിട്ട്, പെയിൻറ്റ് വല്ലാതൊന്നും ആയിട്ടില്ല. ഇതുപോലത്തെ ഇതിന് മുമ്പുണ്ടായിരുന്നൊരു പ്ലാന്റിൻ്റെ ക്യാപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അതുപോലത്തെ അതിലേക്ക് നമുക്കിതുപോലത്തെ തെർമാക്കോളാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഫസ്റ്റ് നമുക്ക് ഇതൊന്ന് വെച്ച് കൊടുക്കാം. പിന്നെ ഇത് നല്ല ബലമാവാൻ വേണ്ടിയിട്ട് ഞാനിത് കണ്ടുലായിട്ടൊരു ഈർക്കിൽ കുത്തി വെക്കുന്നുണ്ട്. നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച് നമുക്ക് പ്ലാന്റേഴ്സൊക്കെ നമുക്ക് ഇതിലേക്ക് നല്ല ഭംഗിയായി വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മളിതാ എല്ലാതും ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള പ്ലാന്റാണ് നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നമുക്ക് ടേബിളിൻ്റെ മുകളിലൊക്കെ നല്ല ക്യൂട്ടായിട്ട് തോന്നാൻ വേണ്ടി നമുക്ക് വെക്കാം കേട്ടോ. അപ്പോൾ ഇതെൻ്റെ ജേണൽ ബുക്കാണ് കേട്ടോ. ഞാനത് മുമ്പേ ഉണ്ടാക്കി തന്നതാണ്. എനിക്കിതൊരു കുട്ടി ഗിഫ്റ്റ് തന്നതാണ് കേട്ടോ. അവൾ മേക്ക് ചെയ്തെടുത്തതാണ്. ഫസ്റ്റ് ചാനൽ ഇതാണ്. കുറച്ച് ചാനലേ ചെയ്തിട്ടുള്ളൂ. ചിലതിലൊന്നും ഞാൻ എഴുതിയിട്ടില്ല കേട്ടോ. എനിക്ക് തോന്നുമ്പോൾ ചെയ്യാറാണ്. അപ്പോൾ സ്റ്റിക്കർ ഞാൻ കൗവായി സ്റ്റിക്കറാണ് ഒട്ടിച്ചിട്ടുള്ളത് കേട്ടോ. ഓരോ തീമിലായിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇതിലൊന്നും എഴുതിയിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് ഞാൻ മുമ്പ് ഉണ്ടാക്കിയ ക്ലേ കൊണ്ട് ഉണ്ടാക്കിയ ലബൂബു ആണ് കേട്ടോ. ഇത് ഞാനിത് എടുക്കാൻ മറന്നു പോയതാണ് വീഡിയോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരാം ഐഡിയ. അപ്പോൾ ഫസ്റ്റ് നമ്മളിതിൻ്റെ
ഷേപ്പൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ പേപ്പർ വെള്ളത്തിൽ കുതിർക്കാൻ വെക്കുക. അതിന് ശേഷം നമ്മൾ അതിലേക്ക് നമുക്ക് ഏത് കളർ ലബൂബുവിൻ്റെ കളറാണോ വേണ്ടത് ആ കളർ മിക്സ് ചെയ്ത് നമ്മൾ ഇതുപോലെ അതിന് ഫുൾ കവർ ചെയ്യുക. എൻ്റെ അടുത്ത് ഈ ഒരു മനുഷ്യ കളറില്ലാത്തത് കൊണ്ട് പെയിൻറ്റിൽ ഞാനിത് ഓയിൽ പേസ്റ്റിൽ വെച്ചിട്ടാണ് ചെയ്തത് കേട്ടോ. പിന്നെ ഇതിൻ്റെ കണ്ണൊന്നും ശരിയായിട്ടില്ല, വല്ല തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണേ. ഇതാട്ടോ ഡ്രോയിങ് ക്ലാസ് കൊണ്ടുപോകുന്ന ഡ്രോയിങ് ബുക്കാണേ. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് കരുതി ഞാൻ. അപ്പം ഞാൻ 2-3 ആഴ്ചയുള്ളൂ പോയി തുടങ്ങിയിട്ട്. അപ്പോൾ അതിൻ്റെ ചിത്രങ്ങളെ ഉണ്ടാവുള്ളൂ കേട്ടോ. ഫസ്റ്റ് തന്നെ നമ്മുടെ ഭാവന അനുസരിച്ചിട്ടാണ് ടീച്ചർ വരയ്ക്കാൻ പറയുന്നുണ്ടാവുക. ഞാൻ ഈ ഒരു പെട്ടെന്ന് തന്നെ മൈൻഡിൽ വന്നതാണ് ഞാൻ വരച്ചിട്ടുള്ളത് കേട്ടോ. അടുത്ത് ഈ അവക്കാഡോയാണ്. ഇത് ടീച്ചർ പ്രിൻ്റ് എടുത്തിട്ടുണ്ടാവും, നമ്മളത് നോക്കി വരയ്ക്കുന്നതാണ് കേട്ടോ. ഇതും അതുപോലെ തന്നെ ഭാവനയിൽ വരയ്ക്കേണ്ടതാണ്. ഞാനിത് പകുതി കളർ കൊടുത്തിട്ടില്ല. ഇതൊരു മിനി ഓർഗനൈസറാണ് കേട്ടോ. ഇത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു പോയതാണ് സത്യം പറഞ്ഞാൽ, അതുകൊണ്ടാണ് ഞാൻ ഇതിപ്പോൾ കാണിച്ചു തരുന്നത് കേട്ടോ. ഇതൊരു തീപ്പെട്ടിയില്ലേ, നമ്മുടെ കത്തിക്കുന്ന തീപ്പെട്ടി, അത് വെച്ചിട്ടുണ്ടാക്കിയ ഒരു മിനി ആയിട്ടുള്ളൊരു ഓർഗനൈസറാണ് കേട്ടോ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ ഇത് കവായി സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ക്യൂട്ടാക്കി എടുക്കാൻ വേണ്ടി. നമുക്ക് പിന്നോ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കാൻ, അതിൽ പിന്നൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, മുത്ത്. അങ്ങനെ നമ്മൾ ഈ ബ്രേസ്ലെറ്റൊക്കെ മേക്ക് ചെയ്യുന്നവർക്ക് നല്ല ഉപകാരമുള്ളൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ ഇതെൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ താത്ത തന്നൊരു ഗിഫ്റ്റാണ് കേട്ടോ. കുറേ പേര് ഗിഫ്റ്റ് തന്നിട്ടുണ്ട്, അത് ഓരോരോ വീഡിയോയിലായിട്ട് ഞാൻ ഇടാം കേട്ടോ. ഈ ഒരു അടിപൊളി ഫാനാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ടേബിൾ ഫാനാണ്. അതിൻ്റെ കൂടെ ഇതുപോലത്തെ സ്റ്റാൻഡ് തരുന്നുണ്ട് ഇങ്ങനെ വെക്കാൻ കേട്ടോ. പിന്നെ ഒരു ചാർജിങ് കേബിൾ തരുന്നുണ്ട്. നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് നമ്മൾ ഫ്ലഗിൽ കുത്തി വയ്ക്കുകയാണ്. നല്ല അടിപൊളി ഫാനാണ്, നല്ല ക്യൂട്ടായി തോന്നുന്നത്. എനിക്ക് എവിടേക്കും കൊണ്ടുപോകാം കേട്ടോ. ഇനി ഞാൻ കാണിച്ചു തരുന്നത് എൻ്റെ കവായി സ്റ്റിക്കറാണ്. അപ്പോൾ കവായി സ്റ്റിക്കർ എനിക്ക് കൂട്ടുകാർക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ 2 ഷീറ്റ് ഞാൻ നല്ല ഉപയോഗിക്കുന്ന ഷീറ്റാണ്, അതുകൊണ്ടാണ് ഇതിൽ വല്ലാതെ സ്റ്റിക്കേഴ്സ് ഇല്ലാത്തത്. ഇതിൽ ഞാൻ വാങ്ങിയപ്പോൾ ഡ്രസ്സിങ്ങും അല്ല ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്, പക്ഷെ വന്നപ്പോൾ ഡ്രസ്സിങ്ങും അല്ലാത്തതും ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ ഞാൻ രണ്ടും വേറെ വേറെ ആയിട്ട് വെച്ചിരിക്കുകയാണ്. ഇത് ഡ്രസ്സിങ് അപ്പാണ് കേട്ടോ. എനിക്ക് കാണിച്ചു തരാം എത്രത്തോളം ഉണ്ടെന്ന്. ഇത് നല്ല ലാഭമാണ് കേട്ടോ നമുക്ക്. ഇത് കണ്ടോ, ഇത്രയും ഉണ്ട് നമുക്ക്. ഇതൊന്നല്ല, ഇനിയും ഉണ്ട് കേട്ടോ കുറച്ചും കൂടെ. ഇത് ഞാൻ ചെയ്തൊരു കാലിഗ്രാഫിയാണ് കേട്ടോ, ഫ്രെയിമാക്കി വെക്കാൻ വേണ്ടി വെച്ചതാണ്. അപ്പോൾ ഇതുവരെയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കണേ.